നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. വൻകിടക്കാരുടെ 11 ലക്ഷം കോടി രൂപയുടെ വായ്പ എഴുതിത്തള്ളിയ കേന്ദ്ര സർക്കാരിന് സാധാരണക്കാരന്റെ ചെറിയ വായ്പയ്ക്ക് മൊറട്ടോറിയം നൽകാൻ പോലും താൽപര്യമില്ലെന്ന് AC മൊയ്തീൻ MLA. പാറളം പഞ്ചായത്തിലെ ഡ്രൈവറെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിച്ചത് ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന റിപ്പോർട്ട്. ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് PS ഗോപിനാഥന്റെ ഉത്തരവിലാണ് നിയമലംഘനമെന്ന് കണ്ടെത്തൽ. വല്ലച്ചിറ അലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 12ാമത് ഓൾ കേരള ഓപ്പൺ മെഗാ ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം TDBSA പ്രസിഡന്റ് ബാബു മേച്ചേരിപ്പിടി ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള തയ്യൽ തൊഴിലാളി യൂണിയൻ INTUC പാലിശ്ശേരി യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. INTUC ജില്ലാ സെക്രട്ടറി ഷാൻഡി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. അവണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ബോട്ട് ജെട്ടി ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് സേവനം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 3ാമത്തെ ശാഖ ഈ ബോട്ട് ജെട്ടി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ആരംഭിക്കുന്നത്. ഞാൻ ചോദിക്കുകയായിരുന്നു, എന്താണ് ഇവിടെ ബോട്ട് ജെട്ടി എന്നുള്ള പേര് വരാൻ കാരണം? അപ്പോഴാണ് പറഞ്ഞത്, പഴയ കാലത്ത് ഇതിലൊരു കനാലുണ്ടായിരുന്നു. വഞ്ചിക്കുളത്തേക്ക് ബോട്ട് മാർഗമാണ് ചരക്ക് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ഇവിടെ അതിനൊരു കടവുണ്ടാവും. അതിൻ്റെ പേരാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പോൾ ജലഗതാഗത മാർഗമുണ്ടായിരുന്ന ഒരു പ്രദേശത്ത് അതെല്ലാം അടഞ്ഞുപോയി എന്നുള്ളൊരു പ്രത്യേകത ഇപ്പോൾ നിലനിൽക്കുന്നു. പക്ഷേ പേര് മാത്രമുണ്ട്. ഏതായാലും ഇവിടെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറെ സൗകര്യപ്രദമായ ഈ ബാങ്കിൻ്റെ ശാഖ തുടങ്ങാൻ തീരുമാനിച്ച ഭരണസമിതി അംഗങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ബാങ്കിന്റെ 3ാമത്തെ ബ്രാഞ്ചാണ് അവണിശ്ശേരി ബോട്ട് ജെട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ബാങ്ക് പ്രസിഡന്റ് K ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സ്വാഭാവികമായും ധനകാര്യ സ്ഥാപനങ്ങളിൽ ചില ക്രമക്കേടുകളും വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ഞാൻ കാണുന്നത്, നമ്മളൊരു 500 രൂപ പോക്കറ്റിലിട്ട് പുറത്തിറങ്ങിയാൽ തിരിച്ചു വരുമ്പോൾ അത് 5-10 രൂപ ബാക്കി ഉണ്ടാവുള്ളൂ. ആ പണം എങ്ങനെ ചെലവഴിച്ചു എന്നതിനെ സംബന്ധിച്ച് നമ്മൾ തന്നെ സ്വയം വിലയിരുത്തുമ്പോൾ ചിലപ്പോൾ 5 രൂപയുടെയോ 10 രൂപയുടെയോ ഷോർട്ടേജ് ഉണ്ടാവും. ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സഹകരണ മേഖലയിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ പൊതുവുണ്ട്. ചെറുതൊക്കെ വലുതാക്കി കാണിക്കും, ചിലരൊക്കെ അത് ചെറുതാക്കിയും കാണിക്കും. എന്നിരുന്നാലും ഇത് സ്വാഭാവികമായ പ്രക്രിയയാണ്. അത് കണ്ടെത്തി അതിൽ കുറവ് ചെയ്യാൻ, പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ചുമതല. ബാങ്ക് വൈസ് പ്രസിഡന്റ് MA രാജീവ് കൃഷ്ണൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീത ശ്രീധരൻ, പഞ്ചായത്ത് അംഗം ശാരിക പ്രദീപ്, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ KK മോഹനൻ, റാഫി കാട്ടുകാരൻ, MK ബിജു, KP അജയൻ, CK അനന്തകൃഷ്ണൻ, മധു കാട്ടുങ്ങൽ, ബീന ലക്ഷ്മണകുമാർ, അജിത ഭഗീരഥൻ, AA നിർമ്മല, KK ശ്രീനാഥ്, റിൻഡോ ആൻഡോ, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി EM ഇന്ദിര, ബാങ്ക് സെക്രട്ടറി വിദ്യ E സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വൻകിടക്കാരുടെ 11 ലക്ഷം കോടി രൂപയുടെ വായ്പ എഴുതിത്തള്ളിയ കേന്ദ്ര സർക്കാരിന് സാധാരണക്കാരന്റെ ചെറിയ വായ്പയ്ക്ക് മൊറട്ടോറിയം നൽകാൻ പോലും താൽപര്യമില്ലെന്ന് AC മൊയ്തീൻ MLA പറഞ്ഞു. അവണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ 3ാമത് ബ്രാഞ്ച് ബോട്ട് ജെട്ടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ സഹകരണ മേഖല സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കരുത്തുറ്റ പ്രസ്ഥാനമാണെന്നും ആര് വിചാരിച്ചാലും തകർക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ സഹകരണ മേഖല പൊതുവിൽ തിരിച്ചടവിൻ്റെ കാര്യത്തിൽ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് രാജ്യത്തുള്ളത് എന്ന് നമുക്കറിയാം. ഏകദേശം 2.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമുണ്ട് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക്. ഇന്ത്യയിലെ നമ്പർ 1 സഹകരണ പ്രസ്ഥാനം ഉള്ളതും കേരളത്തിലാണ്. മത്സ്യത്തൊഴിലാളി സംഘം മുതൽ എഞ്ചിനീയറിംഗ് കോളേജും IT കമ്പനി വരെ, ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സഹകരണ സംഘം ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഉൾപ്പെടെ കേരളത്തിലാണ്. ഇവിടെ ഈ വായ്പയുടെയും കൃഷിയുടെയും മേഖലയിലുള്ള ഇടപെടൽ മാത്രമല്ല, ലക്ഷത്തിലധികം തൊഴിലാളികൾ നേരിട്ട് പണിയെടുക്കുന്നുണ്ട് സഹകരണ മേഖലയിൽ. അതിനേക്കാൾ അപ്പുറത്ത് പരോക്ഷമായ മേഖലയിൽ സഹകരണ മേഖല ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് തൊഴിൽ കൊടുക്കുന്നത്.
പാറളം പഞ്ചായത്തിലെ ഡ്രൈവറെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിച്ചത് ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന് റിപ്പോർട്ട്. ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് PS ഗോപിനാഥന്റെ ഉത്തരവിലാണ് നിയമലംഘനമെന്ന കണ്ടെത്തൽ. സംസ്ഥാനത്തെ വിവിധ വകുപ്പുകൾക്ക് കീഴിലെ സ്ഥാപനങ്ങളിലെ PSCയുടെ പരിധിയിൽ വരാത്ത നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നികത്തേണ്ടതാണെന്ന് സർക്കാർ ഉത്തരവുണ്ട്. നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സ്ഥാപന മേധാവികൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും ഉത്തരവിലുണ്ട്. സെക്രട്ടറിയോ പഞ്ചായത്ത് കമ്മിറ്റിയോ ആരെങ്കിലും ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നത് മൂലം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ അവസരം നിഷേധിക്കുന്നത് അനീതിയാണെന്നും ഓംബുഡ്സ്മാൻ ഉത്തരവിൽ പറയുന്നു. വല്ലച്ചിറ അലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 12ാമത് ഓൾ കേരള ഓപ്പൺ മെഗാ ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം TDBSA പ്രസിഡന്റ് ബാബു മേച്ചേരിപ്പിടി ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ ജിബിൻ, ശ്രീഹരി എന്നിവർ വിജയികളായി. അരുൺ, ദീപക് എന്നിവർ റണ്ണേഴ്സ് ട്രോഫിക്ക് അർഹരായി. സമാപന സമ്മേളനത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് CV ജോഷി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ PL റാഫി, ജോയിന്റ് സെക്രട്ടറി TS സത്യൻ, ജോയിന്റ് ട്രഷറർ PA ജെയ്കോ, സെക്രട്ടറി CM വിനോദ, ടൂർണമെന്റ് കൺവീനർ KK ബിനു എന്നിവർ സംസാരിച്ചു. ഓൾ കേരള തയ്യൽ തൊഴിലാളി യൂണിയൻ INTUC പാലിശ്ശേരി യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. INTUC ജില്ലാ സെക്രട്ടറി ഷാൻറ്റി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കേട്ടതിൽ വളരെ സന്തോഷം. നമുക്കെന്ന് വെച്ചാൽ ആനുകൂല്യം ഒന്നും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ജനുവരി 2021 നമ്മൾ ഈ സംഘം തൊഴിലാളികളെ രജിസ്റ്റർ ചെയ്തതായിട്ട് നമുക്ക് കിട്ടിയേക്കണത്. അപ്പോൾ 21, 22, 23 കഴിഞ്ഞാലാണ് 24 ജനുവരി തൊട്ടാണ് നമ്മൾക്കുള്ള ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ ഫുൾ A+ കിട്ടിയ കുട്ടിക്ക് 4000 രൂപ കിട്ടും. ഫസ്റ്റ് ഇയർ തന്നെ കിട്ടും. 4000 രൂപ കിട്ടും. അതിനുള്ള മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ അത് നമുക്ക് വാങ്ങി കൊടുക്കാൻ പറ്റാത്തതിൽ വളരെ ദുഃഖമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ആണ് അത് വാങ്ങണം എന്ന് വെച്ചെങ്കിൽ 3 വർഷം കഴിയണം. INTUC മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി മുഖ്യാതിഥിയായിരുന്നു. അവിണിശ്ശേരി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VI ജോൺസൺ അധ്യക്ഷത വഹിച്ചു. 1600, 1400 ഒക്കെ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ പൈസകളായിട്ട് കിട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമുക്കറിയാം ഏകദേശം ഒരു 7 മാസക്കാലത്തോളമായിട്ട് ക്ഷേമനിധി പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാം. സർക്കാർ സർവീസിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു മാസം കഴിഞ്ഞ മാസത്തെ ശമ്പളം പോലും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ പെൻഷനും അതേപോലെ തന്നെ ശമ്പളവും ഒക്കെ മുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും നമ്മുടെ സംഘത്തിലുള്ള എല്ലാവരും തന്നെ സർക്കാർ സർവീസിൽ ജോലിയില്ലാത്ത ആളുകൾ, ഒറ്റപ്പെട്ട 1-2 ആളുകൾ മാത്രമാണ് സർക്കാർ സർവീസിൽ ജോലി. യൂണിയൻ സെക്രട്ടറി വിനയ സച്ചിൻ, വൈസ് പ്രസിഡന്റ് ബെറ്റി സെൽവൻ, ജയശ്രീ കണ്ണേടത്ത്, സ്വപ്ന രാജൻ, സുരഭി ചന്ദ്രൻ, ഷാജ തുമ്പയിൽ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് SSLC, THSLC, AHSLC പരീക്ഷകൾ തുടങ്ങി. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് എന്നീ മേഖലകളിലായി 2955 കേന്ദ്രങ്ങളിലായി 4.27 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ചേർപ്പ് മേഖലയിലെ സ്കൂളുകളിൽ 1000-ലധികം കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. ചേർപ്പ് CNN ബോയ്സ് ഹൈസ്കൂളിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത്. 271 കുട്ടികളാണ് അവിടെ SSLC പരീക്ഷ എഴുതുന്നത്. CNN ഗേൾസ് ഹൈസ്കൂളിൽ 227 കുട്ടികളും എഴുതുന്നു. അമ്മാടം സെയിന്റ് ആന്റണീസ് സ്കൂളിൽ 212 വിദ്യാർത്ഥികളും, ചേർപ്പ് ലൂർദ് മാതാ സ്കൂളിൽ 98 വിദ്യാർത്ഥികളും, ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിൽ 59 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതുന്നുണ്ട്. ആദ്യത്തെ പൊതുപരീക്ഷ എന്നതിന്റെ ആശങ്കയുണ്ടെങ്കിലും ദീർഘനാളത്തെ തയ്യാറെടുപ്പിൽ സധൈര്യത്തോടെയാണ് കുട്ടികൾ നേരിട്ടത്. മോഡൽ പരീക്ഷ എഴുതിയതിന്റെ ആത്മവിശ്വാസവും അധ്യാപകരും രക്ഷിതാക്കളും നൽകിയ പ്രോത്സാഹനവും വലിയ ആശ്വാസം നൽകിയെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. നിതാന്ത ജാഗ്രത കൊണ്ട് മാത്രമേ ഓൺലൈൻ സൈബർ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയൂവെന്ന് കേരള പോലീസ്. സൈബർ തട്ടിപ്പിൽ പെട്ടുപോയാൽ ആദ്യത്തെ 1 മണിക്കൂറിനകം തന്നെ 1930 എന്ന നമ്പറിൽ പോലീസിനെ ബന്ധപ്പെട്ടാൽ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാൻ സാധ്യത ഏറെയാണ് എന്നും കേരള പോലീസ് പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കി. 2 മിനിറ്റും 16 സെക്കൻഡും ദൈർഘ്യമുള്ള വീഡിയോയിൽ മമ്മൂട്ടിയും മുന്നറിയിപ്പ് സന്ദേശം നൽകുന്നു. നിതാന്ത ജാഗ്രത കൊണ്ട് മാത്രമേ ഓൺലൈൻ സൈബർ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയൂ. സൈബർ തട്ടിപ്പിൽ പെട്ടുപോയാൽ ആദ്യത്തെ 1 മണിക്കൂറിനകം തന്നെ 1930 എന്ന നമ്പറിൽ പോലീസിനെ ബന്ധപ്പെട്ടാൽ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാൻ സാധ്യത ഏറെയാണ്. സൈബർ ഇടങ്ങളിലെ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതിനെതിരെ ജാഗരൂകരായിരിക്കുക. തട്ടിപ്പിനിരയായ 1 മണിക്കൂറിനകം കേരള പോലീസിന്റെ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പർ 1930 ബന്ധപ്പെടുക.
നമ്പർ മറക്കരുത്, 1930 1930. ചേർപ്പൂരകം സഞ്ജീവനി സമിതി, സേവാഭാരതി സൊസൈറ്റി തൃശൂർ, ആത്രേയ ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഈ മാസം 17-ന് സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രാവിലെ 9 മുതൽ ചേർപ്പ് CNN ബോയ്സ് സ്കൂളിലാണ് കാർഡിയോളജി, ന്യൂറോളജി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നടക്കുക. വിവരങ്ങൾക്ക് 8281 290 413 8281 747133 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 5875 രൂപ, പവന് 47,000 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൻകിടക്കാരുടെ 11 ലക്ഷം കോടി രൂപയുടെ വായ്പ എഴുതിത്തള്ളിയ കേന്ദ്ര സർക്കാരിന് സാധാരണക്കാരന്റെ ചെറിയ വായ്പയ്ക്ക് മൊറട്ടോറിയം നൽകാൻ പോലും താൽപര്യമില്ലെന്ന് AC മൊയ്തീൻ MLA. പാറളം പഞ്ചായത്തിലെ ഡ്രൈവറെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിച്ചത് ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന റിപ്പോർട്ട്. ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് PS ഗോപിനാഥന്റെ ഉത്തരവിലാണ് നിയമലംഘനമെന്ന് കണ്ടെത്തൽ. വല്ലച്ചിറ അലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 12ാമത് ഓൾ കേരള ഓപ്പൺ മെഗാ ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം TDBSA പ്രസിഡന്റ് ബാബു മേച്ചേരിപ്പിടി ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള തയ്യൽ തൊഴിലാളി യൂണിയൻ INTUC പാലിശ്ശേരി യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. INTUC ജില്ലാ സെക്രട്ടറി ഷാൻഡി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.